ഈ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ കൂട്ടുകാർക്കും ടെക് മല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ ഇന്ന് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രോൺടെക്കിൻ്റെ മൾട്ടിമീഡിയ സ്പീക്കർ അൺബോക്സിങ്ങും റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തു ഞാൻ, എന്നാലും നമുക്ക് ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇതിൽ ഒരു കണക്ടറും USB AUX ചാർജറും ഒക്കെയുള്ള ഒരു കണക്ടറും സ്പീക്കറുമാണ് ലഭിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് പോർട്ടബിള് മൾട്ടി ഫങ്ഷണൽ മൾട്ടിമീഡിയ സ്പീക്കറാണിത്. MP3 TF മൈക്രോ SD എന്നിവ സപ്പോർട്ടാണ്. അതുകൂടാണ്ട് ബ്ലൂടൂത്ത് ഉപയോഗിച്ചും ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ആക്കിയാൽ നമുക്ക് അത് വെച്ചിട്ട് കോൾ ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ അതുകൂടാണ്ട് ലൗഡ് സ്പീക്കർ, മൈക്രോഫോൺ, TF കാർഡ്, മ്യൂസിക് പ്ലേയിങ്, AUX ഫങ്ഷൻ ഉണ്ട് ഇതിൽ, സോങ്സ് ട്രാക്ക്. ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ 3.5 mm ഓഡിയോ ആണ് ഇതിന്. മൈക്രോഫോൺ ഉണ്ട്. ഇവിടെ മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ AUX USB ഉള്ള ഒരു ഇത് ലഭിക്കുന്നുണ്ട് നമുക്ക്. മിനി USB, മൈക്രോ SD, TF കാർഡ് എന്നിവയുണ്ട്. സ്ലോട്ട്, ഓൺ ഓഫ് ബട്ടൺ, മോഡുകൾ, ശബ്ദം കുറക്കേണ്ട സ്വിച്ചും റിവൈൻഡ് ചെയ്യേണ്ട സ്വിച്ചും ഒരുമിച്ച് കൊടുത്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്ന സ്വിച്ചും, പിന്നെ അതുകൂടാണ്ട് പോസ് ബട്ടണും ഇവിടെ തന്നെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് കൂട്ടേണ്ടത് പിന്നെ നെക്സ്റ്റ് അടിക്കേണ്ടത് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് ഹെഡ്സെറ്റ് കുത്താനാവും. ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് FM കണക്ട് ആക്കിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാനാകും. അതുകൂടാതെ ഒരു ബ്ലൂടൂത്ത് വേർഷൻ V3.0 ആണ്. കമ്പനി പറയുന്നു ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ, വൈറ്റ്, യെല്ലോ എന്നീ കളറുകളിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് വിത്തൗട്ട് ഒബ്സ്റ്റാക്കിൾസ് 10 മീറ്റർ, അതായത് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് 10 മീറ്റർ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ കളർഫുൾ LED ഉണ്ട്. ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോൾ തന്നെ അതാണ് അതിൻ്റെ സൗണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ കളർ ഉണ്ട്. ഡിഫറെൻ്റ് മോഡ് നമുക്കിത് എടുക്കാൻ പറ്റും. AUX മോഡ് ഉണ്ട്, FM മോഡ്, ബ്ലൂടൂത്ത് മോഡ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു USB കണക്ടർ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഇവിടെ പ്ലഗ് ചെയ്തിട്ട് വേണമെങ്കിൽ മൊബൈലിൽ ഇത് പ്ലഗ് ചെയ്യാം. ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ മൊബൈലിൽ പ്ലഗ് ചെയ്യാം. അതുകൂടാതെ ബ്ലൂടൂത്ത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാനാവും. നമ്മളിതിപ്പോൾ നേരിട്ട് ഇതിലേക്ക് മോഡ് ചേഞ്ച് ചെയ്യാണ്ട് ഇതിലേക്ക് നേരിട്ട് പ്ലഗ് ചെയ്യണമെങ്കിൽ AUX മോഡ് നമ്മൾ ആക്റ്റീവ് ചെയ്യണം. അതുകൂടാതെ ഇവിടെ SD കാർഡൊക്കെ ഇടാനുള്ള സപ്പോർട്ടുണ്ട്, USB കുത്താനുള്ള സപ്പോർട്ടുണ്ട്.
ഇത് നമുക്ക് ചാർജ് ചെയ്യാനാവും. ഒരു USB കേബിൾ എടുത്ത് ഇതിൽ വെച്ച് ചാർജ് ചെയ്യാനാവും. 2.5 അതായത് 2.5 മണിക്കൂർ ചാർജ് ചെയ്താൽ 2 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് അതുകൊണ്ട് ബ്ലൂടൂത്ത് ഒന്ന് കണക്റ്റ് ആക്കി നോക്കാം. ഓട്ടോമാറ്റിക് കണക്റ്റ് ആവുന്നുണ്ട്. ഞാനിതിൽ നേരത്തെ പെയർ ചെയ്ത് വെച്ചുകൊണ്ട് ആണ് അത് കണക്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണക്റ്റ് ആക്കുന്ന പോലെ പെയർ ചെയ്ത് വേണം കണക്റ്റ് ആക്കാൻ. ഇപ്പോൾ നമുക്ക് ഇതിലൊരു പാട്ട് വെച്ച് നോക്കാം. സൗണ്ട് ഇച്ചിരി കുറവാണ്. ഇതാണ് ഇതിന്റെ മാക്സിമം സൗണ്ട്. പോസ് ബട്ടണായത് പോസ് ആവുന്നുണ്ട്. ഇത് റിവൈൻഡ്. ഇത് ബാക്കോട്ട് പോകേണ്ടത്, പിന്നെ ഇത് ഫ്രണ്ടിലോട്ട്. ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് അന്നേരം ഒരു പാട്ട് വെച്ച സമയത്ത് കോൾ വരികയാണെങ്കിൽ പോസ് ബട്ടൺ ഞെക്കിയാൽ കോൾ അറ്റൻഡ് ചെയ്യും. അതുകൂടാതെ ഇവിടെ മൈക്രോഫോൺ, കോൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സംസാരിക്കാൻ പറ്റും. ഇത് മൈക്രോഫോൺ ഉണ്ട് ഇവിടെ. ഇതിൽ എനിക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിയത് ഇവിടെ സൗണ്ട് കൂട്ടേണ്ടതും കുറക്കേണ്ടതും വേറെ ഒരു സൈഡിലോട്ട് നീക്കുന്ന രീതിയിലോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. എന്നാലും വീട്ടിൽ സാധാരണ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെറിയൊരു സ്പീക്കർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്പീക്കർ ഇത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അഭിപ്രായം മാത്രമാണിത്. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.